പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇതൊരു പുതിയ ചാനലാണ്. ടോട്ടലി റിലേറ്റഡ് വിത്ത് ടൈപ്പിംഗ്, അതേപോലെ തന്നെ ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് LD ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിനേഷനിൽ പണ്ട് കാലത്ത് നടന്ന അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ നടന്ന ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ടാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുമുള്ളത്. ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തതും അത് തന്നെയാണ്. കാരണം ഞങ്ങളുടെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഒരു സഹായകമാണ്, ഒരു സ്കഫോൾഡിംഗ് എന്ന നിലയിലാണ് ഈ ഒരു ചാനൽ തുടങ്ങാനായിട്ട് ഞങ്ങളെ പ്രേരിപ്പിച്ചത്. അപ്പോൾ ഇവിടെ ഒട്ടനവധി സബ്ജക്റ്റുകളുണ്ടെങ്കിലും പഠിക്കണമെങ്കിലും MS വേർഡിൻ്റെയും ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയും ഒക്കെ മെക്കാനിസത്തിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻസാണ് ഇവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എല്ലാവരും എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, MS വേർഡ് ഈസ് ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ABCD എന്ന നമ്മുടെ PSCയുടെ അതേ പാറ്റേണിൽ തന്നെയാണ് വരുന്നത്. A ഓപ്പറേറ്റിംഗ് സിസ്റ്റം, B സിസ്റ്റം സോഫ്റ്റ്വെയർ, C ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, D യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ക്വസ്റ്റ്യൻ ഒരു വട്ടം കൂടി വായിക്കാം. MS വേർഡ് ഈസ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് വേർഡ് പ്രോസസ്സർ കംസ് ഫസ്റ്റ്? വേർഡ് പ്രോസസ്സിംഗ്, വേർഡ് സ്റ്റാർ, DOS, COBOL. Which of the following word processor come first? Word processing, word star, DOS, COBOL. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, which of the following is used as word processor in Linux operating system? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് വായിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുക, വായിക്കുന്നതോടൊപ്പം തന്നെ അണ്ടർലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉത്തരം ആൻസേഴ്സ്: A ബേസ്, B വേർഡ്, C കാൽക്ക്, D റൈറ്റർ. ക്വസ്റ്റ്യൻ ഒരു വട്ടം കൂടി വായിക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ആസ് വേർഡ് പ്രോസസ്സർ ഇൻ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? A ബേസ്, B വേർഡ്, C കാൽക്ക്, D റൈറ്റർ. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ അവർ MS-ലൊക്കെ എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കട്ടെ. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഓൺ വേർഡ് പ്രോസസ്സർ. ഫസ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് പ്രിൻറ്റ് ടെക്സ്ച്വൽ മാറ്റേഴ്സ് ഈസിലി. സെക്കൻഡ്, ഇറ്റ് ക്യാൻ ചെക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഇൻ ദ ഡോക്യുമെൻറ്റ്. 3, മൂന്നാമത്തേത്, ഇറ്റ് also allow us to display information in the form of a slide show. Fourth one, it can insert tables, chart and pictures. Which of the following given above are incorrect? മുകളിൽ തന്നിരിക്കുന്ന 4 കാര്യങ്ങളിൽ, 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ MS-ൽ എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ വരുന്നതെന്ന് മനസ്സിലാക്കാം. ഉത്തരങ്ങൾ ഇങ്ങനെയാണ്: A 1, 2 and 3, B 1, 2 and 4, C 1, 3 and 4, D 3 only. ഉത്തരം അറിയാവുന്നവർ അത് ഉത്തരം കറുപ്പിക്കുക, അല്ലെങ്കിൽ ഉത്തരം നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, അറിഞ്ഞുകൂടാത്തവർക്ക് ഇത് എഴുതിയെടുക്കുക, പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. Quick access toolbar is located on dash of word window. വേർഡ് വിൻഡോയിലെ എവിടെയാണ് ഒരു ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ A ടോപ്പ് ലെഫ്റ്റ് കോർണർ, B ബോട്ടം ലെഫ്റ്റ് കോർണർ, C ടോപ്പ് റൈറ്റ്, D ടോപ്പ് ലെഫ്റ്റ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ക്വിക്ക് ആക്സസ് ടൂൾ ബാർ ഈസ് ലൊക്കേറ്റഡ് ഓൺ dash of a word window. Option A top left corner, B bottom left corner, C top right, D top left. Next, ആറാമത്തെ question. The command used to save an existing document in a different folder. The command used to save an existing document in a different folder. Option A save,
B. Save as, C. Send to, D. Delete. Next question. Maximum zoom size in MS Word 2007 is option A 800%, B 100%, C 400%, D 500%. Question ഒരു വട്ടം കൂടി. Maximum zoom size in MS Word 2007. Option A 800%, B 100%, C 400%, D 500%. Next question. Among the following option, which one is used for correcting spelling mistake? Among the following option, which one is used for correcting spelling mistake? Option A auto spell, B auto correct, C auto format, D auto text. Ninth question. Which ribbon in MS Word 2007 is used to change font and font size? Which ribbon in MS Word 2007 is used to change font and font size? Option A Home, B MS Office button, C Insert, D Format. Question ഒരിക്കൽ കൂടി വായിക്കാം. Which ribbon in MS Word 2007 is used to change font and font size? Option A Home, option B MS Office button, option C Insert, option D Format. Next question and last question. Exit Word button is located in option A scroll bar, option B Home tab, option C Office button, option D status bar. Question ഒരിക്കൽ കൂടി വായിക്കാം. Exit Word button is located in option A scroll bar, option B Home tab, option C Office button, option D status bar. ഇങ്ങനെ 10 ക്വസ്റ്റ്യൻ ആയിരിക്കും നാളെയും തരുന്നത്. ഇന്നത്തെ ഈ 10 ക്വസ്റ്റ്യൻ്റെ സെക്ഷനിൽ ഉത്തരങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറിയാത്ത ആൻസറുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക, പഠിക്കുക, ആവർത്തിച്ച് പഠിക്കുമ്പോഴാണ് നമുക്കത് തറവാകുന്നത് ആ ഒരു വിഷയം. ഇനി ഒരുപക്ഷെ അറിഞ്ഞുകൂടാത്ത ഒരു വിഷയമാണെങ്കിൽ പോലും അത് ആവർത്തിച്ച് പഠിക്കുമ്പോഴത്തേക്കും, ഇൻട്രസ്റ്റോടുകൂടി ആവർത്തിച്ച് പഠിക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ ഒരു സബ്ജക്റ്റിൽ ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ടൈപ്പിസ്റ്റ് എക്സാം എഴുതുന്നതിന്, ടൈപ്പിസ്റ്റ് ആകുന്നതിന്, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ആകുന്നതിന് ടൈപ്പ് റൈറ്റിംഗ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അത് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഈ പറയുമ്പോൾ 2026 കൂടി, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞതേ ഉള്ളൂ, അതിൻ്റെ ലിസ്റ്റിൽ ആൾക്കാരെ ഇപ്പോൾ അഡ്വൈസ് മെമ്മോ പോയിട്ട് ആൾക്കാർ ഇപ്പോൾ എന്ത് ചെയ്യുന്നുള്ളൂ, അഡ്വൈസ് കഴിയാറായിട്ടില്ല, കൊടുത്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അടുത്ത എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ എക്സാമിന് വേണ്ടി നിങ്ങളുടെ ഈ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ നേടുകയും ഈ PSC എക്സാം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മറ്റ് അറിവുകളോടൊപ്പം തന്നെ ഇത്തരം അറിവുകൾ കൂടി, ഈ ടൈപ്പ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള MS ഓഫീസും MS വേർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകളും കൂടി ചേർത്ത് എക്സാം എഴുതുകയും, തീർച്ചയായിട്ടും പറയാം, മറ്റ് ഒരു ജനറൽ ബാച്ചിൽ 3-4 വർഷം പോയിരുന്ന് പഠിച്ച് എഴുതിയെടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ LD ടൈപ്പിസ്റ്റ് പോലെയുള്ള എക്സാമുകൾ എഴുതിയെടുക്കാൻ കഴിയുമെന്നുള്ളത് അത് കയറിയവരുടെ വാക്കുകളാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻസുകളുടെ വാക്കുകളാണത്. മറ്റ് എക്സാമുകൾ എഴുതണ്ട എന്നുള്ളതല്ല, അങ്ങനെ തന്നെ പോയി പഠിക്കുന്നതിൽ നിന്നും കുറച്ചൊന്ന് ഡൈവേർട്ടായി ചിന്തിച്ചതിന് ശേഷം ഇത്തരം ടെക്നിക്കൽ കോഴ്സ് പഠിക്കുക, അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമുകൾ എഴുതുക. പ്രധാനമായിട്ടും ഈ ടൈപ്പിസ്റ്റ് പോലെയുള്ള LD ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് എന്ന രീതിയിലുള്ള എക്സാമുകൾ എഴുതി പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ. ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള വലിയ ആഗ്രഹം, സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള വലിയൊരു ആഗ്രഹം, അത് നിറവേറ്റാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട്, അവർ പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാൻ കഴിയുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം ഇത്തരത്തിലുള്ള ടൈപ്പ് റൈറ്റിംഗ് കോഴ്സുകൾ പഠിച്ചു, അതിനുവേണ്ടി കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഒന്ന് കഷ്ടപ്പെട്ടു,
അവർ പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു, സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചെയ്തു. സ്മാർട്ട് വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇവരിത് പഠിക്കാൻ ഈ ട്യൂട്ടർ പഠിക്കാൻ പോകുന്നത് തന്നെ, ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ പോകുന്നത് തന്നെ അതിൻ്റെ 2 സർട്ടിഫിക്കറ്റുകളും അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ലോവർ കിട്ടിയാൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അത് നേടിക്കഴിഞ്ഞാൽ തന്നെ അവർ ഹാഫായിട്ട് അവരെന്ത് ചെയ്തു, സക്സസ് ആയി എന്നുള്ളതാണ്. അതിനുശേഷം എക്സാം വരുമ്പോഴത്തേക്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷനും കൂടി തുടങ്ങുമ്പോൾ ഒക്കെയാണ് അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു ലിസ്റ്റിനകത്ത് കയറാനും അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ആൾ, താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ കാണാം.